നമസ്കാരം, എല്ലാവർക്കും ഹെൽത്തി ടേസ്റ്റിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് റാഗി വെച്ചിട്ട് ഇടിയപ്പം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ 1 കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിലർ ഈ റാഗിപ്പൊടിയോടൊപ്പം അരിപ്പൊടിയൂടെ ചേർത്തിട്ട് ഇടിയപ്പം തയ്യാറാക്കാറുണ്ട്. അതായത് പകുതി അരിപ്പൊടിയും പകുതി റാഗിപ്പൊടിയും, അങ്ങനെ വേണമെങ്കിലും തയ്യാറാക്കാം. അതേപോലെ തന്നെ ഈ റാഗിപ്പൊടിയിലേക്ക് 1-2 സ്പൂൺ അരിപ്പൊടിയോ അല്ലെങ്കിൽ മൈദയോ ചേർക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് ചേർക്കുന്നത് നല്ലതാണ്. ഞാനപ്പോൾ ഇന്ന് ചേർക്കുന്നില്ല. ഇന്ന് റാഗിപ്പൊടി വെച്ച് മാത്രം ഇടിയപ്പം എങ്ങനെയാണ് തയ്യാറാക്കാൻ പറ്റുന്നതെന്ന് കാണിച്ചു തരാം. നമ്മൾ കഴിഞ്ഞ ദിവസം ചപ്പാത്തിയുടെ റെസിപ്പി ഇട്ടിരുന്നു, അതായത് റാഗി ചപ്പാത്തിയുടെ റെസിപ്പി ഇട്ടിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഏത് കപ്പിലാണോ റാഗി അളക്കുന്നത് അതേ കപ്പിൻ്റെ അളവിൽ തന്നെ വേണം അതിനാവശ്യമുള്ള വെള്ളവും അളന്നെടുക്കാൻ. 1 കപ്പ് റാഗിപ്പൊടിക്ക് അതേ കപ്പിൻ്റെ അളവിൽ തന്നെ 1 കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ അത്രയും വെള്ളം അളന്നെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം. ഈ വെള്ളത്തിലേക്ക് 1 സ്പൂൺ എണ്ണ ഒഴിക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. 1 സ്പൂൺ എണ്ണ ഒഴിക്കാം. ഇനി നമുക്ക് ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മൾ സാധാരണ ഇടിയപ്പം തയ്യാറാക്കുമ്പോൾ ചൂടുവെള്ളത്തിലാണല്ലോ മാവ് കുഴയ്ക്കുന്നത്. അതേപോലെ തന്നെ ഈ റാഗി ഇടിയപ്പം തയ്യാറാക്കാനും നമ്മൾ ചൂടുവെള്ളമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. വെള്ളം ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന റാഗിപ്പൊടി ചേർത്ത് ഇളക്കിയെടുക്കണം. മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരല്പസമയം ഒന്ന് അടച്ചു വെക്കാം. അതിനുശേഷം ഇതിൻ്റെ ചൂടൊന്ന് കുറഞ്ഞു കഴിയുമ്പോൾ ഇത് കൈകൊണ്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കണം. ഇതേപോലെ മാവ് ഒന്നുകൂടി ഒന്ന് മയപ്പെടുത്തിയെടുക്കണം. കയ്യിലൊരല്പം എണ്ണയൊക്കെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. മാവ് ഒരുപാട് കട്ടിയാണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം ഒരല്പം വെള്ളം കൂടി ഒഴിച്ചാൽ മതി. ഇപ്പോൾ ഇതൊരു കറക്റ്റ് അളവ് തന്നെയാണ്. നമ്മൾ എണ്ണ കൂടി ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് മാവ് നന്നായിട്ട് സോഫ്റ്റായി കിട്ടും. ഇടിയപ്പത്തിന് വേണ്ട മാവ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് സേവനാഴിയിലേക്ക് ഇട്ടതിന് ശേഷം ഇടിയപ്പത്തിൻ്റെ ഷേപ്പിൽ ചുറ്റിച്ചെടുക്കണം. ഞാനിപ്പോൾ ചെറിയ ഓട്ടകളുള്ള ചില്ലാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിനേക്കാൾ വലുത് വേണമെങ്കിലും എടുക്കാം. ഈ സേവനാഴിയിലൊന്ന് എണ്ണയൊക്കെ ഒന്ന് പുരട്ടിയെടുത്തു കഴിഞ്ഞാൽ മാവ് അതിലൊട്ടാതെ ഒന്ന് നമുക്ക് കിട്ടും. ഇതേപോലെ ഇഡ്ഡലിത്തട്ടിൽ കുറച്ച് തേങ്ങയൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ഇതുപോലെ മാവ് ചുറ്റിച്ചെടുക്കാം. ഇതിൻ്റെ നടുവിലും കുറച്ച് തേങ്ങ വെച്ചതിന് ശേഷം നമുക്ക് ഇടിയപ്പമാക്കി റെഡിയാക്കി എടുക്കാം. ഈ റാഗിയുടെ പലഹാരങ്ങളിലൊക്കെ തേങ്ങ അധികം ചേർക്കുന്നത് നല്ലതാണ്. കാരണം ഈ തേങ്ങയും റാഗിയും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ തേങ്ങ ചേർത്താലും നല്ലതാണ്. പാത്രത്തിലേക്ക് വെള്ളം വെച്ചത് തിളച്ചതിന് ശേഷം നമുക്ക് ഈ തട്ട് ഇറക്കി വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്താൽ മതിയാകും. കാരണം നമ്മളിത് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടാണ് പൊടിയൊന്ന് കുഴച്ചെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അധിക സമയമൊന്നും ഇത് വേകാൻ വേണ്ടി വെക്കണ്ട. ഇത് നമുക്ക് വേവിച്ചെടുക്കാം. അതുപോലെ ഇഡ്ഡലി പാത്രത്തിൽ ഒരുപാട് വെള്ളം ഒഴിക്കരുത്. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ ആ തട്ടിലേക്ക് ആ വെള്ളവും ആവിയൊക്കെ കയറിയിട്ട് നമ്മുടെ ഈ മാവ് കുഴഞ്ഞതുപോലെ ഇരിക്കും. അതുകൊണ്ട് അത് വേകാൻ പാകത്തിലുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. റാഗി കൊണ്ടുള്ള ഇടിയപ്പം തയ്യാറായി കഴിഞ്ഞു. നല്ല സോഫ്റ്റാണ്, അതുപോലെ ടേസ്റ്റും ആരോഗ്യപ്രദവും ഒക്കെയാണ്. ഇത് തേങ്ങ അരച്ച കറികളോടൊപ്പമാണ് ഏറ്റവും നല്ലത്. അപ്പോൾ കിഴങ്ങ് കറിയോ അതുപോലെ ഗ്രീൻ പീസ് കറിയോ ഒക്കെ ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അതിനുശേഷം അഭിപ്രായങ്ങളും അറിയിക്കണം. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.